നമസ്കാരം, സണ്ണി സീഡ്സ് PSCയിലേക്ക് സ്വാഗതം. പഴശ്ശിയുടെ യുദ്ധങ്ങളാണ് വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. ഒന്നാം പഴശ്ശി യുദ്ധം. പഴശ്ശി യുദ്ധങ്ങൾ നമുക്കറിയാവുന്നതുപോലെ തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന മറ്റൊരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമാണ് പഴശ്ശി വിപ്ലവം. അഞ്ചുതെങ്ങ് കലാപം നമ്മൾ പഠിച്ചു, ആറ്റിങ്ങൽ കലാപവും പഠിച്ചു. ആറ്റിങ്ങൽ കലാപം സംഘടിതമായ ഒരു കലാപമായിരുന്നു, അഞ്ചുതെങ്ങ് കലാപം അസംഘടിതമായ ഒരു ചെറുത്തുനിൽപ്പായിരുന്നു. എന്നാൽ തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ഏറ്റവും പ്രബലമായൊരു പ്രസ്ഥാനമായിരുന്നു, ഒരു ചെറുത്തുനിൽപ്പായിരുന്നു പഴശ്ശി വിപ്ലവം അഥവാ പഴശ്ശി യുദ്ധങ്ങൾ. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ്. പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശമാണ്. കോട്ടയം എന്ന് കേൾക്കുമ്പോൾ ഇന്നത്തെ കോട്ടയം അല്ല മനസ്സിൽ വരേണ്ടത്, കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങൾ അടങ്ങിയ സ്ഥലങ്ങളായിരുന്നു പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം. ഇതിൻ്റെ ആസ്ഥാനം കണ്ണൂരിലെ തലശ്ശേരി താലൂക്കിലെ പുരളി മല എന്ന സ്ഥലമാണ് ഇതിൻ്റെ ആസ്ഥാനം. അതുകൊണ്ട് തന്നെ അവരെ പുരളീശ്വരന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അപ്പം ഇത്രയും നോക്കാം. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശമാണ്. ആസ്ഥാനം കണ്ണൂരിലെ തലശ്ശേരി താലൂക്കിലെ പുരളി മല. അതുകൊണ്ട് തന്നെ ഇവരെ എന്തെന്നറിയപ്പെട്ടു? പുരളീശ്വരന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിലും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പഴശ്ശിരാജ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നുമൊക്കെയുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം 1793 മുതൽ 1805 വരെയാണ്. 1805 പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം 1793 മുതൽ 1805 വരെയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ദക്ഷിണേന്ത്യയിൽ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് തന്നെയാണ് പഴശ്ശി യുദ്ധം. പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിന്മേൽ അവകാശവാദം ഉന്നയിച്ചതുമൊക്കെയാണ് ബ്രിട്ടീഷുകാർക്ക് എതിരെ പഴശ്ശിരാജാവിനെ തിരിച്ചത്. അപ്പോൾ കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനായിട്ടുള്ള അധികാരം നൽകിയില്ല. 2, ബ്രിട്ടീഷുകാർ വയനാടിന്മേൽ അവകാശവാദം ഉന്നയിച്ചു. ഇത് രണ്ടും പഴശ്ശിരാജാവിൽ അതൃപ്തി ഉണ്ടാക്കി. ഇതാണ് പഴശ്ശിരാജാവ് ജനങ്ങളെ സംഘടിപ്പിച്ച് യുദ്ധം ചെയ്യുവാനുള്ള കാരണം. നമ്മൾ ഒന്നാം പഴശ്ശി വിപ്ലവം പഠിക്കാം. ഒന്നാം പഴശ്ശി വിപ്ലവം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആദ്യം ബ്രിട്ടീഷുകാരുമായിട്ട് പഴശ്ശിരാജാവിന് നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം മൈസൂർ സുൽത്താൻമാരായിരുന്ന ഹൈദരാലിയെയും മകൻ ടിപ്പുവിനെയും മലബാറിൽ നിന്ന് തുരത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ സഹായം തേടിയിരുന്നു പഴശ്ശിരാജ. അപ്പോൾ മൈസൂർ സുൽത്താൻമാരായിരുന്ന ഹൈദരാലിയെയും മകൻ ടിപ്പുവിനെയും മലബാറിൽ നിന്ന് തുരത്താൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കൂട്ടുപിടിച്ചിരുന്നു പഴശ്ശിരാജ. പക്ഷേ ടിപ്പു പിൻവാങ്ങിയപ്പോൾ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരെ പഴശ്ശിരാജാവിനെ അവഗണിക്കുകയും അദ്ദേഹത്തിൻ്റെ അമ്മാവനായ കുറുമ്പറനാട് രാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകുകയും ചെയ്തു. 1793 കോട്ടയം പ്രദേശം പഴശ്ശിരാജാവിൻ്റെ അമ്മാവനായ കുറുമ്പറനാട് രാജാവിന് പാട്ടത്തിന് നൽകി. അപ്പോൾ ഈ നടപടികളും ഈ അവഗണനയും പഴശ്ശിരാജാവിന് ദേഷ്യമുണ്ടാക്കി, അതൃപ്തി ഉണ്ടാക്കി. കോട്ടയത്തെ എല്ലാ നികുതി സംഭരണവും അദ്ദേഹം നിർത്തിവെപ്പിച്ചു. പഴശ്ശിരാജാവ് കോട്ടയത്തെ എല്ലാ നികുതി സംഭരണവും നിർത്തിവെപ്പിച്ചു. ഇത് വകവയ്ക്കാതെ ബ്രിട്ടീഷ് കമ്മീഷണർമാർ എന്ത് ചെയ്തു? കുറുമ്പറനാട് രാജാവിന് വീണ്ടും 5 വർഷത്തേക്ക് പാട്ടം പുതുക്കി നൽകി. അതിൻ്റെ ഫലമായിട്ട് പ്രക്ഷോഭങ്ങൾ ശക്തമായി. 1795 ജൂൺ 28 പഴശ്ശിരാജാവ് എല്ലാ നികുതി പിരിവും നിർത്തിവെപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് അധികാരത്തെ വെല്ലുവിളിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് പട്ടാളം പഴശ്ശിയെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പിടികൂടാനായിട്ട് ഒരു ശ്രമം നടത്തി. പക്ഷേ അപ്പോഴത്തേക്കും അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് മാറി വയനാടൻ മലകളിലേക്ക് പോയിരുന്നു. അപ്പോൾ ഈ പെട്ടെന്നുള്ള ഈ രക്ഷപ്പെടലിനെ ഒരു പക്ഷി പറന്നു പോയ പോലെ എന്നാണ് ലെഫ്റ്റനന്റ് ഗോർഡൻ 1795 ഏപ്രിലിൽ ലെഫ്റ്റനന്റ് ഗോർഡൻ്റെ കീഴിലാണ് ഈ ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തിനെ കൊട്ടാരത്തിൽ വെച്ച് പിടികൂടാനായിട്ട് ശ്രമം നടത്തുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റനന്റ് ഗോർഡൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് പഴശ്ശിരാജാവിൻ്റെ വയനാടൻ മലകളിലേക്കുള്ള രക്ഷപ്പെടൽ, കൊട്ടാരത്തിൽ നിന്നുള്ള ഈ രക്ഷപ്പെടലിനെ വിശേഷിപ്പിച്ചത് ഒരു പക്ഷി പറന്നു പോയ പോലെ എന്നാണ്. അങ്ങനെ ജനങ്ങളെ പഴശ്ശിരാജാവുമായിട്ട് സഹകരിക്കുന്നതിൽ നിന്ന് നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് കമ്മീഷണർമാർ 1895 ഡിസംബർ 18 ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. 1797 മാർച്ചിൽ കേണൽ ഡോവിൻ്റെ നേതൃത്വത്തിൽ ഒരു ബ്രിട്ടീഷ് സൈന്യം പെരിയ ചുരം വരെ എത്തി. ഇദ്ദേഹത്തിനോട് യുദ്ധം ചെയ്ത് പെരിയ ചുരം വരെ എത്തിയെങ്കിലും തുടർച്ചയായിട്ട് 3 ദിവസം നടന്ന യുദ്ധത്തിൽ ഈ സൈന്യം പരാജയപ്പെട്ടു. കുറിച്യർ ഗോത്രവർഗ്ഗക്കാരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് പഴശ്ശിരാജ ബ്രിട്ടീഷ് സേനയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരുന്നത്. 1797 മാർച്ച് 18 മേജർ കാമറൂണിൻ്റെ കീഴിൽ ചുരം വഴി കടന്നു പോവുകയായിരുന്ന 1100 പേരടങ്ങിയ സൈന്യത്തെ പഴശ്ശിപ്പട നിഷ്പ്രഭമാക്കി.
അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കാനായിട്ട് പഴശ്ശി രാജാവും ബ്രിട്ടീഷുകാർക്കെതിരെ ഇടയ്ക്ക് ഇടനിലയായിട്ട് നിന്നത് ചിറക്കൽ രാജാവാണ്. അപ്പോൾ ചിറക്കൽ രാജാവാണ് ഒരു സമാധാന സന്ധി, അതായത് ഇവരുടെ നടുക്ക് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കുവാൻ വേണ്ടി പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ ഇടനിലയായിട്ട് നിന്നത് ചിറക്കൽ രാജാവാണ്. ഈ സന്ധി പ്രകാരം ഒരു സമാധാന സന്ധിയിൽ ഏർപ്പെട്ടു. അതിൽ ഒപ്പുവെച്ചത് ബോംബെ ഗവർണറായിരുന്ന ജൊനാഥൻ ഡങ്കനാണ്. അപ്പോൾ ജൊനാഥൻ ഡങ്കനും പഴശ്ശി രാജാവുമായിട്ടാണ് ഈ സമാധാന സന്ധിയിൽ ഏർപ്പെട്ടത്. ഇത് പ്രകാരം പ്രതിവർഷം 8,000 രൂപ പഴശ്ശിക്ക് അടുതൂണായിട്ട് ലഭിക്കുകയും ചെയ്തു. ഇനി പഴശ്ശി രാജയുടെ പ്രധാനപ്പെട്ട സഹായികൾ ആരായിരുന്നു എന്ന് നോക്കാം. ഇടച്ചേന കുങ്കനായിരുന്നു അദ്ദേഹത്തിൻ്റെ നായർ പടത്തലവൻ, ഇടച്ചേന കുങ്കൻ. അതുപോലെ മറ്റ് സഹായികളായിരുന്നു കൈതേരി അമ്പു, തലയ്ക്കൽ ചന്തു കുറിച്യർ നേതാവായിരുന്നു തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്നു. പിന്നീടുള്ള സഹായികൾ ഉണ്ണിമൂസ, പള്ളൂർ ഏമൻ നായർ. അപ്പോൾ ഇത്രയും പേരാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന സഹായികൾ. ഇടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, ഉണ്ണിമൂസ, പള്ളൂർ ഏമൻ നായർ. നമുക്ക് SCRTയിൽ നിന്നുള്ളതും അതുപോലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നോക്കാം. പഴശ്ശിരാജയുടെ ജനനം എന്നാണെന്ന് ചോദിച്ചാൽ ജനുവരി 3 ജനുവരി 3 1753. ഓക്കെ, Jan 3 1753 പഴശ്ശിരാജയുടെ ജനനം. പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം ചോദിച്ചാൽ 1793 മുതൽ 1805 വരെയാണ്. ജനനം 53 1753 അദ്ദേഹത്തിൻ്റെ ജനനം. 1793 മുതൽ 805 വരെയാണ് അദ്ദേഹത്തിൻ്റെ പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് എന്ന് ചോദിച്ചാൽ ഉത്തരം പഴശ്ശി യുദ്ധമാണ്. ഓക്കെ, ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം SCRT എന്നുള്ള ചോദ്യമാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ചോദിച്ചാൽ 1793 മുതൽ 1797 വരെയാണ്. 93 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്താ? നമ്മൾ പഠിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം ചോദിച്ചാൽ പുരളിമല. കണ്ണൂരിലെ തലശ്ശേരി താലൂക്കിലുള്ള പുരളിമലയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം ചോദിച്ചാലും സെയിം ആൻസർ, കണ്ണൂരിലെ പുരളിമല. അടുത്ത ചോദ്യം, ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാനായി പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലയായി നിന്നത് ആരാണ്? നമ്മൾ പഠിച്ചു, ചിറക്കൽ രാജാവാണ് ബ്രിട്ടീഷുകാർക്കും പഴശ്ശിരാജാവിനും ഇടയ്ക്ക് ഇടനിലയായിട്ട് നിന്നത് ചിറക്കൽ രാജാവാണ്. പഴശ്ശിയുടെ ഒന്നാം വിപ്ലവമാണ് നമ്മൾ പഠിച്ചത്. പഴശ്ശിയുടെ യുദ്ധങ്ങൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. രണ്ടാം പഴശ്ശി വിപ്ലവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും അറിയിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.